ഹൈ എവ്രി വൺ. 6-year-old ജിയാനയുടെ കാലൊടിഞ്ഞൊരു ജേർണിയാണ് ഇന്ന് പറയുന്നത്. അവൾ ഹോസിത്തറ്റിക് വീണ് ടിബിയ ഫ്രാക്ചറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എബോനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടു. ആദ്യത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരാഴ്ചത്തോളമാണ് ഇടുന്നത്. അത് വേദന കുറയാനും സ്വെല്ലിങ് കുറയാനും ഒക്കെ വേണ്ടിയായിരുന്നു. അപ്പോൾ എബോനി ആയിരുന്നുകൊണ്ട് ഒബ്വിയസ്ലി അവർക്ക് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ നോൺ വെയ്റ്റ് ബെയറിങ് കാസ്റ്റാണ്, അപ്പോൾ മൂവ് ചെയ്യാനും നടക്കാനൊന്നും പറ്റത്തില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആ കാസ്റ്റ് ഊരി എബോനി കാസ്റ്റ് പിന്നെ ഇട്ടു. അത് ഫൈബർ ഗ്ലാസ് ആയിരുന്നിട്ട്, ഫൈബർ ഗ്ലാസ് ആണ് ഈ കളർഫുൾ കളറിൽ കിട്ടുന്നത്. പല കളറിൽ കിട്ടും, പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇവർക്ക് പിങ്ക് ആയിരുന്നു വേണ്ട, അതിലെഴുതാനും കളിക്കാനും ഒക്കെ പറ്റും. പക്ഷേ സ്റ്റിൽ നോൺ വെയ്റ്റ് ബിയറിങ് ആയിരുന്നു. അപ്പം നമുക്ക് നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേദന ഫുൾ ആ പീരീഡ് ആയപ്പോഴേക്കും തീർന്നു. വേദനയില്ലായിരുന്നു, ഇച്ചിരൻസ് ഇല്ലായിരുന്നു. ചൂടിൻ്റെ ഒരു പ്രശ്നം മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കളികളൊക്കെ ഇരുന്നുള്ള കളികളായിരുന്നു, നടക്കുന്ന പരിപാടികളൊന്നും ചെയ്തില്ല. ഇരുന്നും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവളുടെ അടുത്ത് വന്നിരുന്ന് കളിക്കുന്ന കളികളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൾ അതുകൊണ്ട് അഭ്യാസമൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇച്ചിരി ജിംനാസ്റ്റിക്കായി. അങ്ങനെ 4 വീക്സ് ആയിക്കഴിഞ്ഞപ്പോൾ, അതായത് 1 പ്ലാസ്റ്റർ ഓഫ് പാരീസ്, 3 വീക്സ് ഫൈബർ ഗ്ലാസ് കഴിഞ്ഞ് 4 വീക്സ് ആയപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. കാസ്റ്റ് ഊരി എക്സ്റേക്ക് റെക്കമെൻഡ് ചെയ്തു. എക്സ്റേയുടെ സമയത്ത് ഒരു കാസ്റ്റ് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ആ സമയം അവൾ ശരിക്കും എൻജോയ് ചെയ്തു. അവളുടെ കാല് ക്ലീൻ ചെയ്തു, ചൊറിഞ്ഞു. അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവൾ അവിടെ വെച്ച് ചെയ്തു. അതിനുശേഷം ബിലോ നീ കാസ്റ്റാണ് ഡോക്ടർ ഇട്ടത്. ബിലോ നീ കാസ്റ്റ് ഇട്ടതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് അവൾക്ക് നീസ് ബെൻഡ് ചെയ്യാൻ പറ്റി. അപ്പം അത് അവൾക്ക് ഒത്തിരി മൊബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ അവൾക്ക് ഇച്ചിരി ലൈറ്റ് വെയ്റ്റ് ആയിരുന്നുകൊണ്ട് കുറേ കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ ബിലോ നീ കാസ്റ്റിൽ അവൾക്ക് വെയ്റ്റ് ബെയർ ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഷൂസ് ഇട്ടുണ്ട്. അങ്ങനെ കാസ്റ്റ് ഷൂസ് മേടിച്ചു. അത് 650 രൂപ വിലയായിരുന്നു. 650 രൂപയുടെ കാസ്റ്റ് ഷൂസ് മേടിച്ചു. പക്ഷേ അവളുടെ സൈസ് കറക്റ്റ് അല്ലായിരുന്നു അവൾക്ക് കിട്ടിയത് ഷൂസ്. അതൊരു കാലിൽ ഈ കാസ്റ്റുള്ള കാലം മാത്രം ഇട്ടാൽ മതി, മറ്റേ കാലം നമുക്ക് നമ്മുടെ നോർമൽ ഷൂസ് ഇടാം. അങ്ങനെ ഇട്ട് അവൾ നടക്കാൻ തുടങ്ങി. പക്ഷേ നടക്കുമ്പോൾ ഞങ്ങൾ ഒരാളെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആ കാസ്റ്റിൻ്റെ ഷൂസിൻ്റെ സൈസ് കറക്റ്റല്ല. അതുകൊണ്ട് ഇൻ കേസ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീഴുവെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരാൾ കൂടെ വേണമല്ലോ എന്ന് വെച്ച് ഇനി ഒരു ഫ്രാക്ചർ കൂടെ താങ്ങാൻ വയ്യാത്തതുകൊണ്ട് എപ്പോഴും ഒരാളുടെ കൈ പിടിച്ചാണ് അവളെപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ നടപ്പാണ് ഈ കാണുന്ന വീഡിയോ. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം അവൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നടന്നു. അവൾ നടക്കാൻ, അവൾക്ക് ചെറിയൊന്ന് പിടിച്ച് നടക്കാൻ എന്തെങ്കിലുമൊക്കെ അവളെപ്പോഴും റെക്കമെൻഡ് ചെയ്യും. അത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. ഈവൻ അവൾ തന്നെ ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് പോവുകയാണെങ്കിലും ബെഡ് ടു ചെയർ ടു ബെഡ്, അങ്ങനെ ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിലും അവളോട് പിടിച്ച് നടക്കാനാണ് ഞങ്ങളും പറഞ്ഞത്. അപ്പോൾ അവൾ പിടിച്ച് എല്ലായിടത്തും നടന്നു. പക്ഷേ ടോയ്ലറ്റിലായിട്ടൊക്കെ ഡെഫിനറ്റ്ലി നമ്മളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഫൈബർ ഗ്ലാസ്സിന് ഏതൊരു കാസ്റ്റാണെങ്കിലും അത് നനയരുത്. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലി പറഞ്ഞ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് വേണം. അതാണ് ആ കാലം നനയാതെയുള്ള കുളികളൊക്കെ ആയിരുന്നു ചെയ്തത്. അവളത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അവൾക്ക് നല്ല കോൺഫിഡൻ്റായി തന്നെ അവളുടെ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ ഇതായിരുന്നു. അങ്ങനെ ഈ ബിലോ നീ കാസ്റ്റിൽ അനദർ 3 വീക്സ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ബിലോ നീ കാസ്റ്റ് കട്ട് ചെയ്തു. ആ സമയത്ത് റിപ്പീറ്റ് എക്സ്റേ ചെയ്തില്ല. ഓൾറെഡി ഇതിന് മുമ്പത്തെ എക്സ്റേയിലൊക്കെ അവളുടെ ഹീലിംഗ് പ്രോസസ്സ് നല്ലതായിരുന്നു. പിന്നെ കാസ്റ്റ് ഊരിയിട്ട് ക്രേപ്പ് ബാൻഡേജ് ചുറ്റി കംപ്ലീറ്റ്ലി പെയിൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ അതൊരു ഗുഡ് സൈനാണ്. ഒട്ടും വേദനയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹീലായിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണിത്. ഇച്ചിരി ലിമ്പിങ് ഉണ്ടായിരുന്നു, സ്റ്റിഫായിരുന്നു കാല്. അങ്ങനെ അവൾ 7 വീക്സിലെ കാല് കാസ്റ്റിലിട്ട് കംപ്ലീറ്റായി. താങ്ക് യു ഗൈസ്. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാലൊടിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി യൂട്യൂബിലൊന്നും നോക്കിയിട്ട് എനിക്ക് ആരെയും കാണുന്നില്ലായിരുന്നു. അങ്ങനെ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇൻബോക്സ് ചെയ്താൽ മതി. ഞാൻ ഡെഫിനറ്റ്ലി അതിന് റിപ്ലൈ തരും. താങ്ക് യു.